അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അല്ല, ശിക്ഷിക്കാത്തൊരു കാരുണ്യമാനെ അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല. ഖുർആനും ഇല്ലാത്തൊരു വിശ്വാസം നമുക്ക് വേണ്ട. എന്തിനാ ഖുർആൻ ഇല്ലാത്തൊരു വിശ്വാസം നമ്മൾ വിശ്വസിക്കണേ? നമ്മൾ അദ്വൈതവാദികളൊന്നും അല്ലല്ലോ. നമുക്ക് റസൂലുള്ളാഹിയും അള്ളാഹുവും അവന്റെ റസൂലും പറയുന്നത് സത്യമാണ്. അള്ളാഹു അങ്ങനെ ശിക്ഷിക്കുമെന്ന് പറഞ്ഞ് ശിക്ഷിക്കും തന്നെയാണ്. ആ ശിക്ഷിക്കുന്നതോട് കൂടി അവൻ കാരുണ്യവാനാണും താനും. ആ രണ്ടിനെയും നമ്മൾ മനസ്സിലാക്കിയില്ല എന്നുള്ളതുള്ളൂ. കാര്യകാരണ ബന്ധങ്ങളോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവൻ ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ ഇതൊക്കെ ചെയ്യുന്നതോടുകൂടി അള്ളാഹുവിന്റെ തീരുമാനം എന്താണോ അതിൽ തൃപ്തിപ്പെടുകയും ചെയ്യും. ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ ഇന്ന കാര്യത്തിന് ഞാൻ ചെയ്തു, അതുകൊണ്ട് അതെനിക്ക് കിട്ടണമെന്ന് നിർബന്ധം എനിക്കുണ്ടാവില്ല. ഈ 23 വർഷത്തിന്റെ സമ്പാദ്യമാണ് ഇന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊരു അധ്വാനം നമുക്ക് വേണ്ടി അവർ അധ്വാനിച്ചു. ഈ നബിയോടുള്ള സ്നേഹം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ പറ്റും? നമുക്ക് വേണ്ടിയിട്ടെല്ലാം ത്യജിച്ചിറങ്ങിയ നബിയെ, ആ നബീനെ കൊണ്ട് നമുക്ക് തൃപ്തിയല്ലേ? ിരിക്കുമ്പോൾ ത്വരീഖത്ത്, ഹഖീഖത്ത്, മാരിഫത്ത് ഇതെല്ലാം ഒന്ന് വേറെയും, സമൂഹം ഒന്ന് വേറെയും, കുടുംബം ഒന്ന് വേറെയും, രാഷ്ട്രവുമായി ബന്ധപ്പെട്ട നമ്മുടെ രാഷ്ട്രവുമായി രാജ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വേറെയും ഇങ്ങനെയൊന്നും ഒന്നുണ്ടാവില്ല. അവനക്ക് ദീനല്ലാത്തൊന്നും ഉണ്ടാവില്ല. അവന്റെ ദീന് എന്ന് പറഞ്ഞാൽ എല്ലാം ഉൾക്കൊണ്ടതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. حمدا كثيرا طيبا مباركا فيه على كل حال. اللهم صل على سيدنا نبينا ومولانا محمد وعلى آل سيدنا نبينا ومولانا محمد وبارك وسلم عليه. وصل على جميع الأنبياء والمرسلين وعلى ملائكة الله المقربين وعلى عباد الله الصالحين. الحمد لله رب العالمين. റഹ്മാനായ റബ്ബി അല്ലാഹു എൻ്റെ അറിവില്ലായ്മ വസിലേക്കും നിന്റെ ഇൽമെന്ന സിഫത്തിനും വസിലേക്ക് ചോദിക്കുന്നുണ്ടാകുക. നാഫിയായ ഇൽമുകൊണ്ട് ഞങ്ങളെ എവരെയാണ് ഇൽമിനെ കിരീട മഹിള ഇറക്കി തരുന്നു. ഞങ്ങളെ കൂടെ തൃപ്തിപ്പെടണമെങ്കിൽ ഞങ്ങൾ മശാഖന്മാരുടെ ഉസ്താദുമാണ് ദറജാത്തുകളിൽ നാൾക്കനാളി വർത്തനം. ഞങ്ങളുടെയും ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും ഇണകളുടെയും സന്താനങ്ങളുടെയും സഹോദരി സഹോദരന്മാർ എല്ലാ മോമിനികളുടെയും മോമിനാത്തുകളുടെയും മുസ്ലിമുകളും മുസ്ലിമാത്തുകളുടെയും പാപങ്ങളെല്ലാം ഞങ്ങൾ ശുദ്ധീകരിച്ചു തരണം. അൽഹംദുലില്ലാഹ്. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് അവൻ നമ്മെ അവന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉത്തമ സമുദായത്തിൽ സൃഷ്ടിച്ചു. അൽഹംദുലില്ലാഹ്. മാത്രമല്ല അല്ലാഹു തആല കാമിലീങ്ങളായ മശായിഖന്മാരുടെ ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ ഖൗസുൽ ആദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെയും ഷെയ്ഖുനാ സുൽത്താൻ ഹിന്ദ് ഖാജാ മൊയ്നുദ്ദീൻ ഹസൻ സഞ്ചർ ചിശ്തി അജ്മീരി റളിയല്ലാഹു അൻഹുവിന്റെയും ഷെയ്ഖുനാ നൂറുൽ മശായിഖ് സയ്യിദ് അഹമ്മദ് മുഹീദ്ദീൻ നൂരി ഷാ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെയും ഷെയ്ഖ് ആരിഫുദ്ദീൻ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെയും ഒക്കെ ബഹുമാനപ്പെട്ട നൂർ ജസാനി ജീലാനി തൊഹുലല്ലാഹു ഈ മഹാന്മാരുടെയൊക്കെ ശിഷ്യത്വം നൽകി നിസ്ബത്ത് നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിച്ചു. എല്ലാവരും അശ്രദ്ധ മാറ്റി ഗഫലത്ത് മാറ്റി അൻഫാസിയ ദിക്റിലായിട്ടിരിക്കുക. അള്ളാഹിൻ്റെ ദിക്റിലായിട്ട് എഴുതി കേൾക്കുക. അള്ളാഹിൻ്റെ അനുഗ്രഹമാണ് ഈ വെള്ളിയാഴ്ച രാവിലെ നമുക്ക് അള്ളാഹിൻ്റെ ദിക്റിനെ ഇവിടെ ഒരുമിച്ച് കൂടുവാനും അവനെ സംബന്ധിച്ചും അവൻ്റെ ദീനെ സംബന്ധിച്ചും സംസാരിക്കുവാനും വേണ്ടിയുള്ള തൗഫീഖ് നമുക്ക് നൽകി. വെള്ളിയാഴ്ച രാവിലെയുള്ള ഇൽമിൻ്റെ സദസ്സ്, ദിക്റിൻ്റെ സദസ്സ് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇവിടെ സന്തോഷവാന്മാരായിട്ട് ജീവിക്കണമെങ്കിൽ നമ്മൾ കുടുംബവുമായും സമൂഹവുമായും ഒക്കെ ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ്. നമുക്കിവിടെ സന്തോഷകരമായി ജീവിക്കണമെങ്കിൽ അത് ശരിക്കും അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും പൂർണ്ണമായിട്ട് പിൻപറ്റിക്കൊണ്ട് ജീവിച്ചല്ലാതെ രക്ഷയില്ല. അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും പൂർണ്ണമായി നമ്മൾ പിൻപറ്റി ജീവിക്കുമ്പോഴാണ് ശരിക്കും പൂർണ്ണമായിട്ടുള്ള അള്ളാഹും റസൂലും പറഞ്ഞ ലഹുമുൽ ബുഷ്റാഫിൽ ഹയാത്തി ദുനിയാ ഫിൽ ആഖിറ, മുത്തഖീങ്ങളായ ആളുകൾക്ക് ദുനിയാവിലും ആഖിറത്തിലും സന്തോഷമൊക്കെ ഉണ്ട് എന്നല്ലാണ്ട് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞില്ലേ? അത് ശരിക്കും നമുക്ക് അനുഭവിക്കാൻ പറ്റും. പൂർണ്ണമായിട്ടുള്ള ഇത്തിബാഅാണ് നമുക്ക് വേണ്ടത്. അള്ളാഹുവിനും റസൂൽ ആ വിധത്തിൽ, അതായത് അള്ളാഹുവിനേക്കാളും റസൂലിനേക്കാളും മറ്റൊന്നും നമുക്ക് വലുതാകരുത്. നമ്മുടെ മശായിഖന്മാരുമായി ബന്ധപ്പെട്ടു അള്ളാഹിന്റെ അനുഗ്രഹ സിൽസില ആരിഫിയ നൂരിയയുമായി നമ്മൾ ബന്ധപ്പെട്ടു. ഖാദിരി ചിശ്തി ത്വരീഖത്തിൽ ബന്ധപ്പെട്ടു. അൽഹംദുലില്ലാഹ് ബൈഅത്ത്. ഇതെന്തിനാണ്? അള്ളാഹുവിന്റെ റസൂലിനെ പൂർണ്ണമായി പിൻപറ്റാൻ വേണ്ടി. അള്ളാഹുവിന്റെ റസൂലിനെ ബാഹ്യമായി പിൻപറ്റാൻ നമുക്ക് പണ്ഡിതന്മാർ പറഞ്ഞു തന്നെ എമ്പാടുണ്ട്.
എന്നാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ആന്തരികമായ അവസ്ഥകൾ, അവരുടെ ഖൽബിന്റെ അവസ്ഥ, അവരുടെ റൂഹിന്റെ അവസ്ഥ, അവരുടെ സിറിന്റെ അവസ്ഥ, ഇതെല്ലാം പിൻപറ്റുമ്പോഴാണ് പൂർണ്ണമായി റസൂലുള്ളാഹിനെ പിൻപറ്റുന്നവരായി മാറുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും ബൈഅത്ത് ചെയ്തിട്ടുള്ളത്. അള്ളാഹുവിന്റെ ഖുർബും വസ്ലും വിലായത്തും എല്ലാം കരസ്ഥമാവൽ അപ്പോഴാണ്. അള്ളാഹുവിന്റെ റസൂലിനെ പൂർണ്ണമായി പിൻപറ്റുന്നതിലൂടെയാണ് വിലായത്തുള്ളൂ. അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീഅത്തിനെയും അള്ളാഹുവിന്റെ റസൂലിന്റെ നിയമാവലിയെയും അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റലിനെ മാറ്റി വെച്ചുകൊണ്ട് മറ്റെന്തോ മനസ്സിലാക്കിയിട്ട് മറ്റെന്തോ ഒരു രീതിയിൽ പോയിട്ട് വിലായത്ത് കിട്ടും, അള്ളാഹുവിന്റെ വലിയാവും, ഹക്കീക്കത്ത് കിട്ടും, മാരിഫത്ത് കിട്ടും മനസ്സിലാക്കുകയാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ അത് മറ്റേതോ പ്രസ്ഥാനമാണ്. അത് ദീനുൽ ഇസ്ലാമല്ല. ദീനുൽ ഇസ്ലാമിന് പ്രത്യേകമായ ഒരു നിയമവും ചട്ടവും ഉണ്ട്. അതാണ് നമ്മൾ മശൈഖുമാർ പഠിപ്പിച്ചത്. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ റസൂല് വളരെയധികം ലളിതമായി നമുക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. സിഹാൽ സിത്തയിലൊക്കെ കാണാൻ സാധിക്കും, സ്വഹീഹായ ഹദീസിൽ കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ഒരു ഹദീസ്. ഇതിനെ മാത്രമേ നമുക്ക് പറഞ്ഞുകൊണ്ട് നമുക്ക് പിരിയാം. ഇൻഷാ അല്ലാഹ് അതിൽ നിന്ന് കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്, അതായത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, قال رسول الله صلى الله عليه وسلم ذاق طعم الإيمان من رضي بالله ربا وبالإسلام دينا وبمحمد رسولا. ഇതാണ് ഹദീസ്. എന്താ പറഞ്ഞത്? ذاق طعم الإيمان. ذاق طعم الإيمان. ഈമാനിന്റെ രുചിയെ ഒരാൾ രുചിച്ചു, ആസ്വദിച്ചു, രുചിച്ചു. അപ്പൊ ഈമാനിന് ഒരു രുചിയുണ്ട്, മനസ്സിലായി? ഈമാൻ രുചികരമാണെന്ന് മനസ്സിലായി. ഈമാൻ എന്ന് പറഞ്ഞ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും പേരല്ല. ഞാൻ ഈമാനുള്ളവനാണ്, ഞാൻ അള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു, അവന്റെ റസൂലിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു, പക്ഷെ നമ്മുടെ ഉള്ളിൽ ബേജാറും വിഷമയും ഭയവും കാര്യങ്ങളും, എന്ത് ചെയ്താലും പ്രശ്നം, എന്ത് പറഞ്ഞാലും ഭയം. ആരൊക്കെയോ ഭയപ്പെടുന്നത് പോലെയാണ് ചില ആളുകളുടെ സംസാരം കേൾക്കുമ്പോൾ, കമാൻഡുകൾ കേൾക്കുമ്പോൾ ഇവരാരൊക്കെയോ ഭയപ്പെടുന്നുണ്ട് എന്ന് തോന്നിപ്പോവും. മനസ്സിലാവുന്നുണ്ട്? യൂട്യൂബിലൊക്കെ ചില കമന്റുകൾ വരുമ്പോൾ നമുക്ക് തോന്നും എന്തിനൊക്കെയോ ഭയപ്പെടുന്നത് പോലെ. അതെന്തുകൊണ്ടാണ്? യഥാർത്ഥ ഈമാന് രുചിക്കാത്തതുണ്ട്. ഈമാന് രുചിയുണ്ട്, അത് ബേജാറാവാണ് സാധനമല്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ഈമാന് രുചിയുണ്ട്. ഖുർആൻ എടുത്ത് നോക്കിയാലും കാണാം, എന്താണ്? വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. വിശ്വാസികളായ ആളുകൾ അവർ അള്ളാഹുവിനെ കഠിനമായി സ്നേഹിക്കുന്നവരാണ്. സ്നേഹിക്കുമ്പോൾ രുചിയാണ്. സ്നേഹത്തിന്റെ ഫിറാഖിന് പോലും, അതിന്റെ വേർപാടിന് പോലും രുചിയാണെന്ന് പ്രേമികൾ അങ്ങനെയാണ് പറയുക, ആശിഖീങ്ങൾ. ഹദീസ് എടുത്ത് നോക്കിയാലും അങ്ങനെ തന്നെ മുത്തുനബിയോടുള്ള സ്നേഹത്തെ സംബന്ധിച്ച് പറയുന്നത് കാണാം. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിലൊരാളും ലാ യുഅ്മിനു അഹദ്, നിങ്ങളിലൊരാളും പരിപൂർണ്ണ വിശ്വാസികളാവുകയില്ല. ഏതുവരെ? ഹത്താ അകൂന അഹബ്ബ ഇലൈഹി, ഞാൻ അവനിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരാവുന്നത് വരെ, സ്നേഹപാത്രമാവുന്നത് വരെ, പ്രിയങ്കരനാവുന്നത് വരെ. മിൻ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ, അവന്റെ ഉപ്പയേക്കാൾ, അവന്റെ മാതാപിതാക്കളെക്കാൾ, അവന്റെ സന്താനങ്ങളെക്കാൾ, സർവ്വജനങ്ങളെക്കാൾ, അതെല്ലാം പോയി. ആര് പ്രിയങ്കരനാണോ? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയങ്കരനാണ്. ഇതാണ് ഹദീസും പറയുന്നത്. അതെന്നാണ് ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ അവസ്ഥകളൊക്കെ കരസ്ഥമാവണമെങ്കിൽ അള്ളാഹിനോടുള്ള ശദീദായ ഹുബ്, മുത്തുനബിയോടുള്ള ശദീദായ വളരെ അതിര് കവിഞ്ഞതായ സ്നേഹം, ഇതൊക്കെ ഉണ്ടാവണം എന്നാണ് പറയുന്നത്. അത് മറ്റൊരു രീതിയിൽ ഹദീസ് പറയുന്നത്. ഈമാനിന്റെ രുചി ആസ്വദിച്ചു. ആരാണ്? അവിടാണ് വിഷയം. 3 കാര്യങ്ങളാണ് പറയുന്നത്. മൻ റളിയ ബില്ലാഹി റബ്ബൻ, ആര് അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടു. ആരല്ല മൻ റളിയ ബില്ലാഹി, ആരല്ലാഹുവിനെ കൊണ്ട് ശരിക്കും ശ്രദ്ധിക്കണം, നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ളത്. മൻ റളിയ ബില്ലാഹി, ഒരുത്തനാണ് ആര് അള്ളാഹുവിനെ കൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കുന്നു. എങ്ങനെ? റബ്ബൻ, പരിപാലകനായി. അവന്റെ പരിപാലകനായിട്ട് അള്ളാഹുവിനെ മനസ്സിലാക്കുന്നതല്ല ഇവിടെ പറയുന്നത്. റബ്ബായിട്ട് ഏത് മുഅ്മിനും ഏതൊരു വിശ്വാസിയും അള്ളാഹുവിനെ തന്നെയാണ് റബ്ബായിട്ട് മനസ്സിലാക്കുന്നത്, പരിപാലകനായിട്ട് അള്ളാഹു മനസ്സിലാക്കി. എന്നെ പരിപാലിക്കുന്നവൻ, എന്റെ മാതാപിതാക്കളെ, എന്റെ ഭാര്യയെ, എന്റെ സന്താനങ്ങളെ എല്ലാവരെയും പരിപാലിക്കുന്നവൻ ആരാണ്? അള്ളാഹു തന്നെയാണ്. അതെല്ലാ വിശ്വാസിയുടേതാണ്. പക്ഷെ അങ്ങനെ അറിഞ്ഞാൽ മാത്രം പോരാ, ആ പരിപാലനത്തിൽ തൃപ്തിപ്പെടണം. ഒരാൾ
ഉപ്പ ഇത് എന്റെ ഉപ്പയാണ്, അബ്ദുൾ റസാഖിന്റെ ഉപ്പയാണ്, അല്ല അബ്ദുൽ ഫത്താഹ് എന്റെ ഉപ്പയാണ്, അല്ല അബ്ദുൾ റബ്ബ് എന്റെ ഉപ്പയാണ്. പക്ഷെ ഉപ്പാനെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഉപ്പാന്റെ എല്ലാ കാര്യവും തൃപ്തിപ്പെടുന്നു. ചില കാര്യങ്ങളിൽ ഞാൻ വിയോജിപ്പുണ്ട് എങ്കിൽ അവനക്ക് ആ ഉപ്പാനെ കൊണ്ടുള്ള പൂർണ്ണമായ സന്തോഷമോ തൃപ്തിയോ അവന് ലഭിക്കൂല. പൂർണ്ണമായിട്ട് ഉപ്പാനത് ഉപ്പയാണ് എന്നുള്ള വിധത്തിൽ പൂർണ്ണമായിട്ട് ഉപ്പാനെ എപ്പോഴും ഒരാൾ തൃപ്തിപ്പെടുന്നുവോ അവനക്ക് ആ ശരിക്ക് അതിന്റെ രുചി ഉണ്ടാവുള്ളൂ. ഉപ്പാന്ന് പറയുമ്പോഴത്തിന് രുചിയായി, ഉപ്പാന്റെ പേര് കേൾക്കുമ്പോഴത്തിന് വജിലത്ത് കുലൂബും അവന്റെ ഹൃദയം പിടപെടക്കാൻ തുടങ്ങും. ഉപ്പാനെ ഒരാൾ എന്തെങ്കിലും പറയണം അവന് സഹിക്കൂല, ഉപ്പാന്റെ ആൾക്കാരെ പറഞ്ഞതും സഹിക്കൂല, ഉപ്പാന്റെ ആൾക്കാരെ പറഞ്ഞതും സഹിക്കൂല. ഉപ്പാക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ഓനക്കും ഇഷ്ടം ഉണ്ടാവില്ല. ഉപ്പ ഇഷ്ടമില്ലാത്ത ഉപ്പാൻ ഇഷ്ടമില്ലാത്തവര് ഉപ്പാനെ വെറുക്കുന്ന ആൾക്കാർ ഓനക്ക് വെറുപ്പായിരിക്കും. അതിനൊരു ഹദീസൊന്നും പറയേണ്ട കാര്യമില്ല. മനസ്സിലാവുണ്ടോ? എനിക്ക് ശൈത്താനും ഇബ്ലീസും മാത്രമേ, ശൈത്താനും നഫ്സും മാത്രമേ എനിക്ക് ശത്രുള്ളൂ എന്ന് പറയുന്നു വേണ്ട. ഓനക്ക് ഉപ്പ ആരെ വെറുത്തോ, ഉപ്പാൻ ആര് വെറുത്തോ അത് അള്ളാഹ്ക്ക് വേണ്ടിയാണെങ്കിൽ ഓനക്ക് അത് ശത്രു തന്നെ ഇരിക്കും. അതൊരു യാഥാർത്ഥ്യമാണ്. അതെന്താ കാരണം? അത് ഈ രണ്ടിടത്തിൽ വരും. ശൈത്താൻ ശത്രുവാണ് എന്നുള്ളതിൽ അതും വരും. കാരണം എന്താ? ഉപ്പാന്റെ അതൃപ്തി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പിശാച് മറ്റുള്ളവരിൽ കൂടെ ഉണ്ടാക്കും. അപ്പൊ അവരും ആ വിഷയത്തിൽ ശത്രുക്കളായി മാറി. ഇങ്ങനെയാണ് പറയുന്നത്. എന്താന്ന് വെച്ചാല് നമുക്ക് ഇത് നമ്മളൊരു ഉദാഹരണം പറഞ്ഞ ഉപ്പ മകൻ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു തആല റബ്ബായിട്ട് നമ്മൾ തൃപ്തിപ്പെടണം. അതാണ് നമ്മൾ മശായിഖുമാരെ പഠിപ്പിച്ചത്. അല്ലാഹു തആല റബ്ബ് റുബൂബിയത്ത് അവന്റെ പരിപാലനത്തിൽ തൃപ്തിപ്പെടണമെങ്കിൽ ഒന്ന് അവന്റെ വിഷയത്തിൽ ഇടപെടുന്നവൻ, അവന്റെ വിഷയത്തിൽ അന്തിമ തീരുമാനം അള്ളാഹുവിൻ്റെതാണെന്ന് മനസ്സിലാക്കിയിരിക്കും. അല്ലാതെ റബ്ബാക്കിയ ആൾ എന്ത് മനസ്സിലാക്കിയിരിക്കും? അവന്റെ ഏത് വിഷയത്തിലും, അത് കുടുംബ വിഷയമായാലും സമൂഹവുമായി ബന്ധപ്പെട്ട വിഷയമായാലും രാഷ്ട്രവുമായി ബന്ധപ്പെട്ട വിഷയമായാലും ഏത് വിഷയത്തിലും അവനക്ക് അന്തിമ തീരുമാനം ആരതായിരിക്കും? അള്ളാഹുവിൻ്റെതായിരിക്കും. അവനക്ക് ഇസ്ലാം, ദീന്, ഇനി അതിനെ വിശദീകരിക്കുമ്പോൾ ത്വരീഖത്ത്, ഹഖീഖത്ത്, മാരിഫത്ത് ഇതെല്ലാം ഒന്ന് വേറെയും, സമൂഹം ഒന്ന് വേറെയും, കുടുംബം ഒന്ന് വേറെയും, രാഷ്ട്രവുമായി ബന്ധപ്പെട്ട നമ്മുടെ രാഷ്ട്രവുമായി രാജ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വേറെയും ഇങ്ങനെയൊന്നും അവനക്ക് ഉണ്ടാവില്ല. അവനക്ക് ദീനല്ലാത്തൊന്നും ഉണ്ടാവില്ല. അവന്റെ ദീൻ എന്ന് പറഞ്ഞാൽ എല്ലാം ഉൾക്കൊണ്ടതായിരിക്കും. അല്ലെ? അപ്പൊ എല്ലാ വിഷയത്തിലും അവൻ തൃപ്തിപ്പെടണം, ബേജാറ് കാട്ടാൻ പാടില്ല, ക്ഷമ വേണം എന്ത് കാര്യത്തിലും. അല്ലാഹു തആല ഒരു കാര്യം ഇവിടെ പ്രവർത്തിക്കുമ്പോൾ അതിന്റെ ഹിക്മത്ത് അല്ലാഹ്ക്കേ അറിയുള്ളൂ, നമുക്കറിയില്ല. ഒരു ചെറിയ കുട്ടിയെ പനി പിടിച്ചു അല്ലെങ്കിൽ അസുഖം കൂടി ഡോക്ടറുമാണ് ഇഞ്ചക്ഷൻ ചെയ്യണമെന്ന് പറയുമ്പോൾ മാതാപിതാക്കൾ എന്ന് പറയും, ഓക്കെ ഇഞ്ചക്ഷൻ ചെയ്യാം. ആ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ അവന്റെ ഉമ്മ ഉണ്ടാവും, ഉപ്പ ഉണ്ടാവും അടുത്ത്. പണം കൊടുക്കുന്നത് ആരാ? ഉപ്പ. കൈ പിടിക്കുന്നത് ആരാ? ഉമ്മ. അല്ലേ? അതിന് അനുവാദം കൊടുത്തു. കുട്ടി മനസ്സിലാക്കൽ എന്തായിരിക്കും? എന്തിനാണ് ഈ സൂചി കൊണ്ട് എന്റെ ഉമ്മ ഉപ്പയും കുത്തുന്നത്? എന്റെ ഉമ്മ ഉപ്പാക്ക് ദേഷ്യം ഉണ്ടായിട്ടാണ്, ഈറുണ്ടായിട്ടാണെന്ന് കുട്ടി മനസ്സിലാക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ വിവേകക്കുറവാണ്. കാരണം കുട്ടിക്ക് ആ ബുദ്ധിയുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് മനസ്സിലാവും. തന്റെ ഇക്കാക്കാനെ ഇതേമാതിരി കൊണ്ട് കുത്തിയിട്ട് അതിന് ശേഷം കാക്കാന്റെ രോഗം മാറിയപ്പോ കുട്ടിക്ക് മനസ്സിലായി ഇന്നേം കുത്തിയത് സ്നേഹം കൊണ്ടാണ്. അപ്പൊ അതിന്റെ ഹിക്മത്ത് മാതാപിതാക്കൾക്ക് അറിയുള്ളൂ. ഈ ചെറിയ കുട്ടി, ഈ 2 വയസ്സുള്ള 3 വയസ്സുള്ള അല്ലെങ്കിൽ 7 വയസ്സുള്ള 8 വയസ്സുള്ള കുട്ടിക്ക് പെട്ടെന്ന് ഉണ്ടാവൂല, തിരിഞ്ഞോളുന്നില്ല. ഇതൊരു ഉദാഹരണം പറഞ്ഞാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ്വ സൃഷ്ടികളെയും മൊത്തമായിട്ട് സൃഷ്ടിച്ച് പരിപാലിച്ച് അവരുടെ കാര്യങ്ങളെല്ലാം നടത്തുന്നവനാണ്. അപ്പൊ മൊത്തമായുള്ള കാര്യങ്ങളിലുള്ള ഹിക്മത്ത് എന്താണെന്ന് അള്ളാഹ്ക്കേ അറിയൂ. അപ്പൊ ഏത് വിഷയത്തിലായാലും, അവന്റെ സ്വന്തം വിഷയത്തിലായാലും, കുടുംബത്തിന്റെ വിഷയത്തിലായാലും, സമൂഹത്തിന്റെ വിഷയത്തിലായാലും, അയൽവാസികളുടെ വിഷയത്തിലായാലും, സമൂഹവുമായി ബന്ധപ്പെട്ട വിഷയത്തിലായാലും, രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വിഷയത്തിലായാലും, വേൾഡുമായി ബന്ധപ്പെട്ട വിഷയത്തിലായാലും, മുസ്ലിം ഉമ്മത്തിന്റെ മൊത്തം വിഷയത്തിലായാലും, ഏത് വിഷയത്തിലും അന്തിമ തീരുമാനം അള്ളാഹുവിന്റെ. അതിങ്ങനെ കാത്തു നിൽക്കും, അതിലവൻ തൃപ്തിപ്പെടും. അത് കാത്തു നിൽക്കുകയെന്ന് മാത്രമല്ല, അതിന്റെ ഇടയിൽ വരുന്ന കാര്യത്തിൽ പൂർണ്ണമായിട്ട് തവാക്കുൽ ചെയ്യുന്ന അവസ്ഥ ആർക്കുണ്ടാവില്ല? അള്ളാഹിനെ റബ്ബായിട്ട് പരിപാലകനായി തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് തവാക്കുൽ ചെയ്യുന്ന അവസ്ഥ എനിക്ക് ഉണ്ടാവില്ല. എന്താ തവാക്കുല്? മുത്തനബി കാണിച്ചു തന്ന ഈ കാര്യകാരണ ബന്ധവുമായി ബന്ധപ്പെട്ട്, മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന, അസ്ബാബുകളോട് ബന്ധപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മളോട് ചെയ്യാൻ പറഞ്ഞ അള്ളാഹും റസൂലും പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അനുവദിക്കപ്പെട്ട.
ആ കാര്യങ്ങൾ ചെയ്യാതെ അള്ളാഹു മുത്തവക്കിലായിട്ട് എന്റെ റബ്ബ് അള്ളാഹ് എന്ത് വിധിച്ചാലും എനിക്ക് തൃപ്തിയാണ് എന്നുള്ള കാര്യം അവൻ ചെയ്യൂല. അങ്ങനെയല്ല അവന്റെ തവക്കുൽ. മറിച്ച് അനുവദിക്കപ്പെട്ട കാര്യകാരണ ബന്ധങ്ങളോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവൻ ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ ഇതൊക്കെ ചെയ്യുന്നതോടുകൂടി അള്ളാഹുവിന്റെ തീരുമാനം എന്താണോ അതിൽ തൃപ്തിപ്പെടുകയും ചെയ്യും. ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ ഇന്ന കാര്യത്തിന് ഞാൻ ചെയ്തു, അതുകൊണ്ട് അതെനിക്ക് കിട്ടണമെന്ന് നിർബന്ധം എനിക്കുണ്ടാവില്ല. ഉദാഹരണം, നമ്മള് ഇപ്പൊ കോളേജിൽ വിദ്യാർത്ഥികൾ കോളേജിൽ പരീക്ഷ എഴുതുകയാണെങ്കിൽ അവൻ എന്ത് ചെയ്യണം? ആ കോളേജിൽ ഒന്ന് അഡ്മിഷൻ എടുക്കണം, 2 പോർഷനൊക്കെ കവർ ചെയ്യണം, സിലബസ് ശരിക്കും പഠിക്കണം. അതൊക്കെ നിങ്ങളോട് ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങളാണ്. അതൊക്കെ എന്നാലും സഹായം വേണം. എങ്കിലും നിങ്ങൾക്ക് അതിനൊരു ഇഖ്തിയാർ, നിങ്ങൾക്ക് എന്തുണ്ട്, അത് തിരഞ്ഞെടുക്കാനുള്ള എല്ലാവിധ അവകാശങ്ങളും സ്വാധീനതകളും സ്വാതന്ത്ര്യവും അതവിടെ തന്നിട്ടുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കണം എന്നാണ് മുത്തനബി പറഞ്ഞിട്ടുള്ളത്. അത് ഉപയോഗിക്കുന്നതോട് കൂടി അത് പരീക്ഷാ നിലയ്ക്ക് നമ്മൾ എഴുതുകയും അതിന്റെ റിസൾട്ട് വരുമ്പോൾ തൃപ്തിപ്പെടുകയും വേണം. അത് അല്ലാഹു തആലയുടെ തീരുമാനം എന്തായാലും ശരി, അതിൽ തൃപ്തിപ്പെടണം. ചെയ്യേണ്ടത് ചെയ്യുകയും വേണം. ചെയ്യേണ്ടത് ചെയ്തതിന് ശേഷവും പിന്നീട് നാം ഉദ്ദേശിച്ച മാതിരി എന്നെ തീരുമാനം ഉണ്ടാവണമെന്നുള്ള വാശി ആർക്കും ഉണ്ടാവില്ല, ഒരു വിശ്വാസിക്ക് ഉണ്ടാവില്ല. അതാ അങ്ങനെ എല്ലാ കാര്യത്തിലും ഉണ്ടാവും, പ്രയത്നിക്കും. പക്ഷെ അതിന്റെ റിസൾട്ട് അള്ളാഹ്ക്ക് അറിയുള്ളൂ, ഏതാണ് നല്ലത് നമുക്കറിയില്ല എന്നുള്ളത് ഇവൻ വിശ്വസിച്ചിരിക്കും, ഇവൻ ഉറപ്പിച്ചിരിക്കും. അപ്പൊ ഇനി നോക്ക്, നമ്മൾ ചെയ്യാതിരിക്കരുത്, പ്രവർത്തിക്കണം. ഒരു അക്രമി നമ്മുടെ മുന്നിൽ വന്നുകൊണ്ട് നമ്മളെ തല്ലാൻ വരികയാണ്. ഞാൻ അള്ളാഹിന്റെ വിധിയിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അള്ളാഹിന്റെ വിധി എന്താണ്? ഇവരിങ്ങനെ തല്ലലാണ്, ഞാനിതാ തല കാണിച്ചു കൊടുത്തിരിക്കുന്നു, അവൻ വന്ന് നല്ല ഇടയൊക്കെ ഇടിച്ചു പോയി, അൽഹംദുലില്ലാ. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ശിക്ഷയാണ് കിട്ടുക. കാരണം അള്ളാഹുവും റസൂൽ അങ്ങനെയല്ല പഠിച്ചു. ചുരുങ്ങിയത് ഓൻ അങ്ങണ്ട് ചെയ്തിട്ടില്ലെങ്കിലും അവൻ നിനക്ക് അള്ളാഹു അമാനത്തായി തന്നെ ശരീരത്തെ അവൻ ആക്രമിക്കുമ്പോൾ നിന്റെ ഉത്തരവാദിത്തമാണ് ശരീരത്തെ നിനക്ക് സാധിക്കുന്നത് സംരക്ഷിക്കലും. അത് നീ സംരക്ഷിക്കാതെ ഒന്നില്ലെങ്കിൽ ചുരുങ്ങിയത് തടുക്കെങ്കിലും ചെയ്യണം, ഒന്നില്ലെങ്കിൽ മാറണം, അല്ലെങ്കിൽ നിനക്ക് സാധിക്കുന്ന വിധത്തിൽ സഹായികളുമായി ബന്ധപ്പെടണം. അതിനുള്ളതും പ്രതികരിക്കാതെ കണ്ട് തല കാണിച്ചു കൊടുക്കൽ ഒരു വിശ്വാസിയുടെ കടമയല്ല. അവൻ വാളുകൊണ്ട് വന്നാലും ശരി, കത്തി കൊണ്ട് വന്നാലും പൂർണ്ണമായി കണ്ട് ചെയ്ത് തല കാണിച്ചു കൊടുക്കൽ വിശ്വാസിയുടെ ഇതല്ല. വിശ്വാസി പ്രതികരിക്കും. അതിനുശേഷം എന്ത് വന്നാലും റളൈതു ബില്ലാഹി റബ്ബാ, ഞാൻ എന്റെ റബ്ബിന്റെ തീരുമാനത്തിൽ പരിപാലനത്തിൽ ഞാൻ തൃപ്തിപ്പെട്ടു. അവിടെ തൃപ്തിപ്പെടുന്നു. കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ പ്രവർത്തിക്കണം, അതിനോട് കൂടിയിട്ട് അള്ളാഹിന്റെ തീരുമാനം റിസൾട്ട് അത് അള്ളാഹിന്റെ ഇഷ്ടം. ആ പ്രവർത്തനത്തിലും അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ടും അവന്റെ ഹൗല ഖുവത്ത് കൊണ്ടുമാണ് ഞാൻ പ്രവർത്തിക്കുന്നത് എന്നും കൂടി മനസ്സിലാക്കണം. അള്ളാഹു തആല തൗഫീഖ് തന്നില്ലെങ്കിൽ എനിക്ക് അത് പ്രവർത്തിക്കാൻ പറ്റും. പക്ഷെ അള്ളാഹു തആല തൗഫീഖ് തരുന്നു, അൽഹംദുലില്ലാഹ്. ശരി, ബാക്കി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ മശായിഖന്മാരുമായി ബന്ധപ്പെട്ട ക്ലാസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് നീങ്ങാം. പടിപടിയായിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ക്ലാസ്സുകളിൽ വന്നിട്ട് ആ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും. ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട്. ആ വശം ശരിക്കും മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. അതിവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പൊതു ക്ലാസ്സുകളിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടവർ പേഴ്സണലായിട്ട് എന്നോട് ബന്ധപ്പെടും, മനസ്സിലാവും. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ റളൈതു ബില്ലാഹി, എന്താണ് മൻ റളിയ ബില്ലാഹി റബ്ബൻ, ആര് തന്റെ അള്ളാഹുവിനെ പരിപാലകനായി തൃപ്തിപ്പെടുന്ന അവസ്ഥ നമുക്ക് വേണം. അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങൾ അതിൽ തൃപ്തിയാവണം. അത് നമുക്ക് അനുകൂലമായിട്ടാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും തൃപ്തിയാവും. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് പറയും. നല്ല വേദനാജനകമായ ഒരു രോഗം വന്നാൽ, അല്ലെങ്കിൽ ഒരു ദാരിദ്ര്യം വന്നു, അല്ലെങ്കിൽ കടങ്ങൾ വന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രയാസം, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും സദസ്സിൽ പോകുമ്പോൾ അവിടെ നിന്ദിക്കപ്പെട്ടു, നമ്മൾ ഉദ്ദേശിച്ച അഭിമാനം കിട്ടിയില്ല, ഈ സന്ദർഭത്തിലൊക്കെ ഇത് അള്ളാന്റെ ഭാഗത്തുള്ള പരീക്ഷണമാണെന്ന് മനസ്സിലാക്കിയിട്ട് ക്ഷമിക്കാൻ പറ്റണം. നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണം. അത് ഇസ്ലാം പറഞ്ഞ നിയമത്തിന്റെ കീഴിലേ ചെയ്യാൻ പാടുള്ളൂ, അതിനപ്പുറം ചെയ്യാൻ പാടില്ല. അതൊക്കെ ചെയ്യണം. എന്നിട്ട് നമുക്ക് വരുന്ന മറ്റുള്ള ഭവിഷ്യത്തുകളിൽ ക്ഷമിക്കുക മാത്രമല്ല, ക്ഷമിക്കുന്ന ഒരു കൂട്ടുണ്ട്, അത് നല്ലത് തന്നെ. പക്ഷെ എങ്ങനെ ക്ഷമിക്കണം എന്നാ പറയുന്നത്? തൃപ്തിപ്പെട്ട നിലയിൽ ക്ഷമിക്കണം. അവിടെ ക്ഷമിക്കുക എന്ന് പറയുന്നത് അവന്റെ പ്രവർത്തനത്തിൽ തൃപ്തിപ്പെടലാണ്. സംഭവം സമൂഹത്തിലാണ് നമ്മൾ നിന്ദിക്കപ്പെട്ടത്. പക്ഷേ നമ്മൾ നമ്മുടെ കഴിയുന്ന പരമാവധി ഇസ്ലാമിന് ഇസ്സത്താവുന്ന കാര്യങ്ങൾ ചെയ്തു, സമൂഹത്തിന് മുന്നിൽ നിന്ദിക്കപ്പെട്ടു, അല്ലെങ്കിൽ എന്റെ കുടുംബത്തിന് ഇസ്സത്തുള്ള കാര്യം ഞാൻ ചെയ്തിട്ടുള്ളൂ, അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്തു, എന്നാലും നിന്ദിക്കപ്പെട്ടു. അത് അള്ളാന്റെ പരീക്ഷണമായിട്ട് മനസ്സിലാക്കുക. കാരണം അതിന് ഹിക്മത്ത് അള്ളാന്റെ ഉണ്ടാവും. എന്തുകൊണ്ട് അങ്ങനെ ആയി മാറി? അള്ളാഹുവിനറിയാം അതിന് ഹിക്മത്ത് എന്നാ പറയേണ്ടത്. അല്ലാതെ കാരുണ്യവാനായ ദൈവം എന്നോട് ഇങ്ങനെ പ്രവർത്തിച്ചു, ഇതെന്ത് കാരുണ്യാണ്? അത് വിശ്വാസി അല്ലാത്തവർക്ക് പറയാം, കാരണം അവർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയൂല. അറിയാണെങ്കിലും
ഒരു സ്വാഭാവികമായിട്ടുള്ള ബുദ്ധി കൊണ്ട് ചിന്തിച്ചാലും കാര്യം മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അവർ ആ വിഷയത്തിൽ എന്താവൂല, അങ്ങനെ ചിന്തിക്കൂല എന്ന് മാത്രം. പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് മനസ്സിലാക്കണം, അത് തീർച്ചയായും അള്ളാഹു അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. അതിൽ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അള്ളാഹുവിന്റെ വിധിയിൽ ഞാൻ തൃപ്തിപ്പെട്ടു. ഇത് പുത്രം മനസ്സിലാക്കി എല്ലാ കാര്യങ്ങളിലും നല്ല തൃപ്തിയായിരിക്കണം എനിക്കുണ്ടാവേണ്ടത്. നിങ്ങൾ പറയും, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ശരിക്കും. നമുക്ക് പലപ്പോഴും ഉണ്ടാവുന്ന ടെൻഷൻസ് ഈ ലോകത്തിന്റെ കാര്യത്തിലല്ലേ, പരലോകത്തിന്റെ കാര്യത്തിലല്ലല്ലോ. ഈ ലോകത്തുള്ള ഓരോ കാര്യങ്ങളായിട്ട് ടെൻഷൻ അടിച്ചെടുക്കുക. ഞാൻ ഈ പറഞ്ഞിടത്ത് നോക്കി, ഇതൊരു വിശ്വാസിക്ക് ഉണ്ടാവേണ്ട ഈമാനാണ് എന്ന് ആരാ പറയണത്? ഇത് ത്വരീഖത്തിന്റെ ഇൽമ, ഹഖീഖത്തിന്റെ ഇൽമ, മാരിഫത്തിന്റെ ഇൽമ അല്ല. ഇത് പരസ്യമായിട്ടൊരു വിശ്വാസിക്ക് ഉണ്ടാവേണ്ട കാര്യമാണ് എന്ന് അള്ളാഹു അവന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ഖുർആനിലൂടെയും അള്ളാഹുവിന്റെ റസൂൽ ഹദീസിലൂടെയും പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു തആലയുടെ പരീക്ഷണങ്ങളില് ക്ഷമിക്കണം എന്നുള്ള അധ്യാപനം ആരുടെ ഭാഗത്തു നിന്നുള്ളതാണ്? അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ പ്രവർത്തിക്കണം ഈ വിഷയത്തിൽ, അള്ളാഹിന്റെ പ്രവർത്തനങ്ങളിൽ നമ്മളുടെ ഭാഗത്തുള്ള കാര്യങ്ങൾ പൊതുവാണ് വിശ്വാസികൾക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അത് നമ്മളെല്ലാവരും പരിശുദ്ധ ഖുർആനിലൂടെ ഹദീസിലൂടെ മനസ്സിലാക്കിയതുമാണ്. മനസ്സിലാവുണ്ടോ? അപ്പൊ നമ്മളത് തൃപ്തിപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കി എന്തൊരു സുഖം ഉണ്ടാവും നമുക്ക്. ഇത് അള്ളാന്റെ ഇതിന്റെ അപ്പുറം മറ്റൊന്നുണ്ട്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ ഹിക്മത്ത് ഇതിൽ എന്താണെന്ന് അറിയില്ല. അള്ളാഹുവെ ഞാനത് തൃപ്തിപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ ഖദായിൽ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. പഠിച്ചവനെ നിന്റെ വിധിയിൽ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അൽഹംദുലില്ലാഹ് എന്ന് സന്തോഷം 33 സുബ്ഹാനല്ലാഹ് മാത്രം ചെയ്യാൻ പോലെ ഇടക്കിടക്ക് ഇതൊക്കെ അങ്ങനെ വരുമ്പോൾ ഇത് പഠിച്ചവനെ അള്ളാഹനെ മനസ്സ് സ്മരിച്ചു, പഠിച്ചോനെ ഞാൻ തന്നെ എന്റെ ഇതിൽ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു റബ്ബേ, അൽഹംദുലില്ലാഹ്. പഠിച്ചോനെ എനിക്ക് തമ്പുരാനെ നീ തൃപ്തിപ്പെട്ട നീ ഇസ്സത്തുള്ള ജീവിതം നൽകി എന്നെ അനുഗ്രഹിക്കടെ അള്ളാഹു ദ്വാരിപ്പിച്ചു. അള്ളാഹു നൽകിയ വിധിയിൽ തൃപ്തിപ്പെടുകയും. ഓക്കെ, പിന്നെന്താണ്? ഇസ്ലാമി ദീനൻ, ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെടണം. അതെങ്ങനെ? നമ്മുടെ ഇസ്ലാമാണ്, മുസ്ലിമാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് അതിലൊക്കെ നമ്മൾ ഉറച്ചിട്ട് തന്നെയാണ്. പക്ഷേ പല വിഷയങ്ങൾ വരുമ്പോൾ അള്ളാഹുവിന്റെ ദീനിനെ തൃപ്തിപ്പെടുന്ന ദീനിന്റെ എല്ലാ നിയമങ്ങളെയും തൃപ്തിപ്പെടണം. പരിശുദ്ധ ഇസ്ലാമിനേക്കാൾ മികച്ചതായ ഒരു മതം ഇവിടെ ഉണ്ട് എന്നൊരാൾ മനസ്സിലാക്കാൻ തൃപ്തിപ്പെട്ടവനല്ല. കാരണം അപ്പൊ ആ തൃപ്തി പകുതിയായല്ലോ, അതും നല്ലതാണ് എന്നുള്ളതായി. അങ്ങനെ ഇല്ല. ഇസ്ലാം എന്താണ്? പരിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താണ്? പരിശുദ്ധ ഖുർആൻ ഇതുണ്ടല്ലോ, ഇസ്ലാമിനെ മതമായി നാം തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നത്തെ ദിവസം നാം നിങ്ങൾക്ക് ദീനിനെ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വ അത്മംതു അലൈക്കും നിഅമതി, എന്റെ നിഅമത്തുകളെല്ലാം നാം നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വ റളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാമിനെ ദീനായിക്കൊണ്ട് മതമായിക്കൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. മനസ്സിലാവും? അള്ളാഹുവിന്റെ അടുക്കൽ തൃപ്തിപ്പെട്ട സ്വീകാര്യമായ മതം ഇസ്ലാം അല്ലാതെ ഇല്ല. അള്ളാഹിന്റെ അടുക്കൽ അള്ളാഹു താല തൃപ്തിപ്പെട്ടു തന്നിരിക്കുകയാണ് നമുക്ക് ഈ ഇസ്ലാമിന്. അപ്പൊ നമ്മൾ അതിന് തൃപ്തിപ്പെടുമ്പോൾ ഇസ്ലാമിന്റെ ഏതൊരു വിഷയത്തിലും നമ്മൾക്ക് അതിൽ പരാതി ഉണ്ടാവും. ഇസ്ലാമിന്റെ ഇങ്ങനത്തെ നിയമം എനിക്ക് ഭൂഷണമല്ല എന്ന് പറയുമ്പോൾ ആണോ ചിലവർ അത് അറിയാനിട്ടാണ്. ശരിക്കും അതിലെല്ലാം ശരിയായ ഉത്തരവാണ്. കാരണം എന്താ? നമ്മൾ സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ നമുക്ക് ഇഷ്ടമില്ലാത്ത നിയമം വരുമ്പോൾ നമ്മൾ പറയുന്നത് അത് ശരിയായി തോന്നില്ല. നമ്മൾ ചെറിയ കൊച്ചു ബുദ്ധി കൊണ്ട് ചിന്തിച്ച് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. കാരണം ഇത് ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഇത് റസൂലുള്ള സ്വന്തമായിട്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു നിയമവും പറഞ്ഞിട്ടില്ല. ഒരു ആയത്ത് പോലും റസൂൽ സ്വന്തമായി കൊടുത്തിട്ടില്ല. പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആലയാണ് ഇറക്കിയത്, റസൂലുള്ളാഹിക്ക് വഹി നൽകി നമ്മൾക്ക് എത്തിച്ചു. അത് സത്യമാണ്. അതിൽ നമ്മൾ ബുദ്ധി കടത്താനേ പാടില്ല. അങ്ങനെ തന്നെയാണ്, നമ്മൾ ബുദ്ധി കടത്താൻ പാടില്ല. ഇസ്ലാം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരി തന്നെ, അതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഇനി ഞാൻ മനസ്സിലാക്കിയോടത്ത് പിഴവ് നിൽക്കാം, ഞാൻ മനസ്സിലാക്കിയോടത്ത് തെറ്റിപ്പോയി, അല്ലെങ്കിൽ എനിക്കിത് മനസ്സിലാക്കി തന്ന ആൾ ശരിക്കും അതിനെ ഉൾക്കൊണ്ടില്ല, ഈ ബൃഹത്തായ ദീനിനെ ഉൾക്കൊണ്ടില്ല. അപ്പൊ അയാളുടെ ആശയം അയാൾ പറഞ്ഞത് ശരിയാണെന്ന് തോന്നിയപ്പോൾ തെറ്റ് പറ്റിപ്പോയതാണ്. ഇനി വേറൊരാളെടുത്ത് അതിനെ സംബന്ധിച്ച് നല്ല അറിയുന്ന ആളുകൾ എന്തെങ്കിലും പറയുന്നുണ്ടോ നോക്കട്ടെ എന്ന് മനസ്സിലാക്കും. ഒന്നാമത് നമ്മൾ പരിശുദ്ധ ഖുർആൻ ഹദീസ് ഈ വിഷയങ്ങളിൽ, ഇസ്ലാമിന്റെ വിഷയങ്ങളിൽ എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഇജ്മാ, ഖിയാസ്, മറ്റു രണ്ട് പ്രമാണങ്ങൾ. കാരണം ഈ പരിശുദ്ധ ഖുർആനെയും ഹദീസിനെയും നമ്മൾക്ക് സരളമായി അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു തന്ന്
പണ്ഡിതന്മാർ ഏകോപിച്ചു തന്ന വിഷയങ്ങളാണ്. മറ്റൊന്ന് അതിനോട് ബന്ധപ്പെട്ട ഖിയാസ്. ഈ വിഷയങ്ങൾ നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? നമുക്കെന്തെങ്കിലും അതിലെന്തെങ്കിലും ധാരണപ്പിഴവ് വന്നിട്ടുണ്ടെങ്കിൽ ഇതിനെ ഒരാളെ കൊണ്ട് മതിയാക്കരുത്. ഇതിനെ നല്ല രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ അടുക്കൽ പോകണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിവരം നമ്മൾ കരസ്ഥാക്കണം. അല്ലാതെ പാത്തിരിക്കരുത്. കാരണം എന്താ, ഈ ദീൻ എന്ന് പറഞ്ഞാൽ വല്ലാത്ത വലിയ വലിയ സമുദ്ര സമാനമായ അറിവാണ്. ഇത് ഈ പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ അതിന്റെ സംഗ്രഹം. ഇതിനെ ഒരു ആയത്ത് കൊണ്ടോ മറ്റായത്ത് കൊണ്ടോ പെട്ടെന്ന് അതിന്റെ അർത്ഥം വെച്ചിട്ടൊന്നും ചിന്തിക്കാൻ പറ്റില്ല. ഇതിനെ വിശദീകരിച്ചത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതിനെ സഹാബാക്കളാണ് നമ്മൾ ഇതിൽ കൊണ്ടുവന്നത്. അങ്ങനെ വരുമ്പോൾ അതിനിടയിലൊക്കെ ചിലപ്പോൾ മനസ്സിലാക്കുന്നോട് പ്രശ്നം വന്നാൽ അവിടെ പ്രശ്നങ്ങൾ വരും. അപ്പൊ ഇതിനെ ശരിക്കും മനസ്സിലാക്കിയവർ ആരാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അങ്ങനെ നമ്മളെ തെറ്റിദ്ധാരണ മാറ്റണം. ഒന്നാമത് പറയാനുള്ളത്, തെറ്റിദ്ധരിക്കാൻ നിൽക്കല്ല, നമ്മളെ ബുദ്ധി കൊണ്ട് ഇതിനെ ചിന്തിക്കാതിരിക്കും. അള്ളാഹും അവന്റെ റസൂലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്. മാത്രമല്ല, ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, എനിക്കതിൽ യാതൊരു ആശങ്കയില്ല, അതിക്കൊരു വിഷമോ ഇല്ല. അല്ലൊരു കാര്യം പറഞ്ഞാൽ അതിക്കൊരു വിഷമോ ഇല്ല. അള്ളാഹു താല പറഞ്ഞു, ഇന്ന ആൾക്കാരെ ഞാൻ നരകത്തിലിട്ട് ശിക്ഷിക്കും. എനിക്കൊരു വിഷമവും ഇല്ല. കാരണം അല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാണ്, ശിക്ഷിച്ചിരിക്കും. ഇന്നവർ ഞാൻ പുറത്തു കൊടുക്കും, അത് ശരിയല്ല. നമ്മളെ ബുദ്ധി കൊണ്ട് ചിന്തിക്കൊന്നും വേണ്ട. അള്ളാഹ്ക്ക് അപ്പൊ അള്ളാഹിനെ ശിക്ഷിക്കും. ശിക്ഷിക്കും എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കും. അല്ല കാരുണ്യവാനാണ്, കാരുണ്യവാനുമാണ്. ശിക്ഷിക്കും. അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അല്ല, ശിക്ഷിക്കാത്തൊരു കാരുണ്യവാനെ അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല. ഖുർആനും ഇല്ലാത്തൊരു വിശ്വാസം നമുക്ക് വേണ്ട. എന്തിനാ ഖുർആൻ ഇല്ലാത്തൊരു വിശ്വാസം നമ്മൾ വിശ്വസിക്കണേ? നമ്മൾ അദ്വൈതവാദികളൊന്നും അല്ലല്ലോ. നമുക്ക് റസൂലുള്ളാഹിയും അള്ളാഹുവും അവന്റെ റസൂലും പറയുന്നത് സത്യമാണ്. അള്ളാഹു അങ്ങനെ ശിക്ഷിക്കുമെന്ന് പറഞ്ഞ ശിക്ഷിക്കും തന്നെയാണ്. ആ ശിക്ഷിക്കുന്നതോട് കൂടി അവൻ കാരുണ്യവാനാണ് താനും. ആ രണ്ടിനെയും നമ്മൾ മനസ്സിലാക്കിയില്ല എന്നുള്ളതുള്ളൂ. അപ്പൊ ചിന്തിക്കാന്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ എന്ത് മനസ്സിലാക്കണം? അള്ളാഹുവിന്റെ ദീന് എന്ത് പറഞ്ഞു, ദീനിന്റെ ഏത് നിയമങ്ങളും സത്യം തന്നെ. അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്, ഉദാത്തമായിട്ടുള്ളത്. അത് തന്നെയാണ് ഏറ്റവും ഹൈറായിട്ട്. അതിനേക്കാൾ നല്ലൊരു നിയമം ഇനിയില്ല. അത് നമുക്ക് നിഷ്പക്ഷമായി ചിന്തിച്ച പല കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. നിഷ്പക്ഷമായി ചിന്തിച്ച് ഇന്ന് നടക്കുന്ന പല പേക്കുത്തുകളുടെ കാരണം എന്തുകൊണ്ടാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അൽഹംദുലില്ലാഹ്. അപ്പൊ എന്താണ്, അങ്ങനെ ഇസ്ലാമിന്റെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ, ദീനിന്റെ ഒരു കാര്യം പറഞ്ഞു, അതിന് എന്താ പറയാ, തുരങ്കം വെക്കുന്ന, അല്ലെങ്കിൽ അതിൽ നമുക്ക് ഒസുവാസ് ഉണ്ടാക്കുന്ന, സംശയമുണ്ടാക്കുന്ന വല്ല പ്രസ്താവനകളും വല്ല പ്രസംഗങ്ങളും വല്ല കാര്യങ്ങളും ആരുടെ അടുത്ത് നിന്നെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഉടനെ അതെന്ത് ചെയ്യണം? ഇനി ആ ആളെടുത്ത് പോകരുത്, ഇനി ആ പ്രസംഗം കേൾക്കരുത്. അങ്ങനെയുള്ള ആളുകളുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മാറി നിൽക്കണം. കാരണം എന്താ, അത് നമ്മുടെ വിശ്വാസത്തെ തുരങ്കം വെക്കുന്നതാണെന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതം ദുസ്സഹമാക്കി മാറ്റും. ഈ രുചി കിട്ടില്ല. രുചി കിട്ടണം. ഇങ്ങനത്തെ ആൾക്കാർക്കൊക്കെ മാറണം. അങ്ങനത്തെ സോഷ്യൽ മീഡിയയിൽ അങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പോൾ ചെയ്യരുത് മക്കളെ. കാരണം ഒന്ന് കൂടുതൽ അറിവില്ലാത്ത ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഈ യുക്തിവാദികളുടെയും നിരീശ്വരവാദികളുടെയും പ്രസംഗങ്ങളൊന്നും കേൾക്കരുത്. അവിടെ സംവാദങ്ങൾ നമ്മൾ കേട്ടുപോകരുത്. അത് അതിന്റെ ഉള്ളിൽ കൂടെ ഉസ്വാസ് വരും. അതവിടെ കെടുക്കുങ്ങൾ. അയാൾ ആ പറഞ്ഞതിൽ കുറെ കാര്യമില്ല, അതവിടെ മറഞ്ഞു കെടുക്കുങ്ങൾ. പിന്നീട് മരിക്കാൻ നേരത്തെ പിശാച് അതെടുത്ത് വരും. അപ്പൊ നിങ്ങൾക്ക് അന്ന് നിങ്ങളെ നേരാക്കാൻ ഒരാളും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന യുക്തിവാദികൾ പ്രശ്നങ്ങൾ കേൾക്കാൻ അത് ഉത്തരമില്ലാഞ്ഞിട്ടല്ല. അത് ഉത്തരം അതിൻ്റെതായ ആളുകളോട് ബന്ധപ്പെടും, ഉത്തരം കിട്ടും. സോഷ്യൽ മീഡിയയിൽ തന്നെ അതിന് ഉത്തരം പറയുന്നവരുണ്ട്, ഇല്ല എന്നല്ല പറഞ്ഞു. പക്ഷെ നിങ്ങൾ അതിനനുസരിച്ച് നീങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഈ രുചി ആസ്വദിക്കാൻ പറ്റില്ല. നിങ്ങൾ മരിക്കോളം ഇവരുടെ യുക്തിവാദികളുടെ പ്രസംഗം കേൾക്കും, അതിന് മറുപടി വരുന്നവരുടെ പ്രസംഗം കേൾക്കും. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ട് ഈ ഉസ്വാസിൽ ജീവിക്കും. നിസ്കാരത്തിൽ ഒരു ആനന്ദം ഉണ്ടാവില്ല, നോമ്പിൽ ആനന്ദം ഉണ്ടാവില്ല, ഖുർആൻ ഓതുന്നതിൽ ആനന്ദം ഉണ്ടാവില്ല, ദിക്ർ ചെയ്യുന്നതിൽ ആനന്ദം ഉണ്ടാവില്ല, ഒന്നിലും ആനന്ദം ഉണ്ടാവും. അതേ സ്ഥാനത്ത് നിങ്ങളൊരു ഗുരുവിനെ പിടിച്ചു, ആ ഗുരു പറഞ്ഞത് പൂർണ്ണമായിട്ട് സ്വീകരിച്ചു പോവുകയാണെങ്കിൽ ഒരു കുഴപ്പം. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ, അള്ളാഹിന്റെ ദീന് ഇന്നത് പറഞ്ഞു, അത് സത്യം തന്നെ, എന്റെ ബുദ്ധിയെ ഞാൻ പണയം വെച്ചിരിക്കും. അള്ളാഹിന്റെ ദീനുൽ ഇസ്ലാമിന്റെ മുന്നിൽ എന്റെ യുക്തിയെയും ബുദ്ധിയെയും ഞാൻ പണയം വെച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾക്കും ദീനിന്റെ ശാസനകൾക്കും ഞാൻ മുൻഗണന നൽകിയിരിക്കുന്നു. അങ്ങനെ പറഞ്ഞു കൊടുക്കണം മനസ്സിനോട്. എനിക്ക് ഇതാണ് ശരി, എനിക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. അവിടെ ഒന്ന് ചിന്തിച്ചു നോക്കണോ? ചിന്തിക്കേണ്ടതോ പിശാച് എന്ന് പറഞ്ഞു. ബലാലെ ചിന്തിക്കേണ്ടതോ ബലാലെ ഓടോ, ചിന്തിക്കാനേ നിൽക്കരുത്. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അല്ലാണ്ട് റസൂല് പറയുന്നതാണ് ഈമാന്റെ രുചി ആസ്വദിക്കാൻ പറ്റും. ദീനിനെ, ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെടണം.
അതിലേത് നിയമമായാലും അതന്നെ ശരി, അതന്നെ, അത് ആരെന്ത് തന്നെ പറഞ്ഞാലും ശരി, അതന്നെ ശരി. നിങ്ങൾക്കും വിവരമില്ല, എനിക്കും വിവരമില്ല, വിവരമുള്ളവർ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് അടുത്തത്. ഓബി മുഹമ്മദിൻ റസൂലാ, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റസൂലായിട്ടും തൃപ്തിപ്പെടണം. എന്റെ നബിയെ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ നബിയായി തൃപ്തിപ്പെട്ടിരിക്കുന്നു, ഞാൻ റസൂലായി തൃപ്തിപ്പെട്ടിരിക്കുന്നു. അള്ളാന്റെ റസൂൽ ഇത് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ നമുക്ക് വേറെ ചിന്തയില്ല, അപ്പുറത്തേക്ക് നീങ്ങണ്ട നമ്മളെ ചിന്ത. മുത്തനബി പറഞ്ഞിരിക്കുന്നു, അള്ളാന്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, പിന്നെ നമ്മൾ നോക്കേണ്ടത് എന്താണ്? അത് ശരിയായ ഹദീസാണോ നോക്കണം എന്ന് മാത്രം. ശരിയായ ഹദീസാണോ നോക്കണം. കാരണം കള്ള ഹദീസുകൾ ഇഷ്ടംപോലെ പലരും ഇതിനു വേണ്ടിയിട്ട് ദീനെ തകർക്കാൻ വേണ്ടിയിട്ട് കള്ള ഹദീസുകൾ പലതും ഉണ്ട് എന്ന് കച്ചകെട്ടി ഇറങ്ങുന്നു. മനസ്സിലാവുന്നു? അപ്പോ അതേ സ്ഥാനത്ത് നമ്മൾ ബാഹ്യമായിട്ട് സാധാരണ നിലയ്ക്ക് നമ്മൾക്ക് വരുന്നതായ ഹദീസുകളുണ്ട്. നമ്മുടെ മശായഖന്മാരെ നമുക്ക് പറഞ്ഞു തരുന്ന ഹദീസുകളുണ്ട്. സഹീഹ് സിഹാഹ് സിത്തയിൽ വരുന്ന ഹദീസുകളുണ്ട്. ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളുണ്ട്. ഇമാം തബറാനി ഇമാം റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകൾ. അത് കാലങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന പ്രസിദ്ധമായ കിതാബുകളിലുള്ള ഹദീസുകളായാലും അമൽ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പ്രസിദ്ധമായ കിതാബുകൾ എല്ലാവരും അറിഞ്ഞും പറഞ്ഞും കൊണ്ടിരിക്കുന്ന, മനസ്സിലായി, ഇതുവരെ കേൾക്കാത്ത പുതിയത്. അതിന് നമുക്ക് വ്യക്തത ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിന്റെ പിന്നാലെ പോണ്ട. ഏതായാലും ശരി, മുത്തനബി പറഞ്ഞു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ ഒരു സംശയവും ഇല്ലാതെ നമ്മൾ ബുദ്ധിമുട്ട് ചിന്തിക്കാൻ പാടില്ല. എന്റെ നബി തങ്ങൾ പറഞ്ഞു എങ്കിൽ ഞാൻ അതിൽ വിശ്വസിച്ചിരിക്കുന്നു, എന്റെ നബി തങ്ങൾ ഇങ്ങനെ പ്രവർത്തിച്ചെങ്കിൽ അതാണ് ശരി ഞാൻ മനസ്സിലാക്കി. എന്നാലും നബി ചെയ്തത് തെറ്റായി പോയല്ലോ എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇഷ്ടം പോലെ കാണാൻ സാധിക്കും. അല്ലാണ്ട് റസൂൽ ആ ചെയ്തത് ശരിയായിരുന്നില്ല, ഇന്ന് ചെയ്ത യുക്തിവാദികളും നിരീശ്വാദികളും എവിടുന്നെങ്കിലൊക്കെ ഹദീസുകൾ എടുത്തു കൊടുത്തു കണ്ട് അതിനെ വളച്ചൊടിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്നവരുണ്ട്. അത് മൗലവിമാരുടെ രൂപത്തിൽ വരുന്നവരുണ്ട്. മനസ്സിലാവുണ്ട്? അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാത്തിന്റെ പിന്നാലെ പോണ്ട, സോഷ്യൽ മീഡിയക്ക് പിന്നാലെ പോണ്ട. അങ്ങനെയല്ല, നമ്മൾ അവരോട് പറയണം, ഇനി അഥവാ അങ്ങനെ വല്ലതും നമുക്ക് അവരങ്ങനത്തെ എന്തെങ്കിലും കൊണ്ടുവന്നാൽ ഇന്ത്യ നബി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാ ശരി, എന്തായാലും അതന്നെ ശരി, അത് ശരി, അതന്നെ എനിക്കതാ ശരി, ഇജ്ജ് വിട്ടോ വണ്ടി എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ പിന്നെ കണ്ടം വഴിക്കോടും, കാണാത്ത വഴിക്കൂടെ കൂടും. കണ്ട വഴിക്ക് മാത്രമല്ല, കണ്ടം വഴിക്ക് മാത്രമല്ല, കണ്ട വഴിക്ക് കാണാത്തേക്ക് കൂടിക്കും. എന്താണ് നമ്മൾക്ക് അതിന് കാരണം തേടി പോടേണ്ട കാര്യമില്ല. ചിലപ്പോ കള്ളഹദീസുകൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ നബി ഇങ്ങനെ ചെയ്തിട്ട് യുദ്ധത്തിൽ നിന്ന് പിടിച്ചുവിടുന്ന ഇന്ന ആൾക്കാരെ പെണ്ണിനെ ഇന്നമാതിരി ഇങ്ങനെ കള്ളഹദീസുകളെ കൊണ്ടുവരും. ഇനി അത് കള്ളഹദീസാണോ എന്ന് അവനോട് പറയണ്ട, നല്ല ഹദീസാണോ, ഏത് ഹദീസായും ഇന്റെ നബി പറഞ്ഞിട്ട് ശരീഅത്ത് ഉണ്ടാക്കിയത് ആരോടെ? കള്ള ആറാമാണെന്ന് പറഞ്ഞത് ആരാ? പന്നിമാംസം ആറാമാണെന്ന് പറഞ്ഞ ആരാ? നമ്മൾ ആറാമാണെന്ന് പറയുന്നത് മുത്തനബി അറിഞ്ഞൂടെ? മുത്തനബി ഒരു കാര്യം പറഞ്ഞു അതാ ദീന്. മുത്തനബി നിഷിദ്ധമാണെന്ന് പറഞ്ഞാൽ നിഷിദ്ധം. മുത്തനബി ഒരു കാര്യം ചെയ്തു, മുത്തനബിക്ക് അത് ചെയ്യാം. അതന്നെ, അത് എന്റെ ബുദ്ധിയോട് ചിന്തിക്കുന്ന കാര്യം. കാരണം മുത്തനബി അള്ളാന്റെ പ്രവാചകൻ, അള്ളാഹു തആല ഒരാളെ പ്രവാചകരാക്കി. ആ പ്രവാചകര് പിന്നെ മൂപ്പർക്ക് സ്വന്തം ഇഷ്ടത്തിന് എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ അള്ളാന്റെ തെറ്റ് പറ്റിയെന്നില്ലേ? വിശ്വാസം മൊത്തം കൊളയും. ചിന്തിക്കാത്ത ഒരാൾക്ക് ഇങ്ങനത്തെ ഒരു മോശം പിന്നീട് ചെയ്യുന്ന ഒരാൾക്കാണോ ബോത്ത് കൊടുത്തിക്കണേ? അങ്ങനെ ആയില്ലേ? എന്ത് പൊട്ടത്തരാണിത്? നമ്മൾ എന്തിനാ ഇതിന് പിന്നാലെ പോണു? നമ്മൾക്ക് ഇവിടെ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞാൽ അതാണ് ശരി എന്നാണ്. അത് ഇങ്ങക്കില്ലേ? ഞങ്ങൾക്കുള്ളതാണെങ്കിൽ ഞങ്ങളോട് പറയും, മുത്തനബിക്കുള്ളതാണ് മുത്തനബിക്കുള്ളത്. അതിൽ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവും, ഞങ്ങൾക്ക് തൃപ്തരാണ്. അള്ളാഹുവിന്റെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണെന്നതിൽ ഞങ്ങൾക്ക് തൃപ്തിയാണ്. കാരണം ഞങ്ങൾക്ക് അത്രയധികം ഞങ്ങൾക്ക് വേണ്ടി ചെയ്തവരാണ്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. നേരത്തെ കാറിൽ വരുമ്പോൾ നമ്മളെ ഫസലു പറഞ്ഞതുപോലെ, ഷഫീഖിന്റെ അടിയ ഫസലു പറഞ്ഞതുപോലെ, ഞാനൊരു കാര്യം കേട്ടപ്പോൾ എനിക്ക് കണ്ണിൽ വല്ലാത്തൊരു അവസ്ഥ വന്നു പോയി. കണ്ണിൽ നിന്ന് റസൂലുള്ളാഹിന്റെ പേര് പറയുമ്പോൾ കണ്ണുനീര് വരുന്ന ഒരു അവസ്ഥയായി പോയി. എന്താ? ഒരു ഉസ്താദിന്റെ പ്രസംഗം കേട്ടു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റുള്ള നബിമാർക്കൊക്കെ അവർക്കൊക്കെ ഒരു പ്രാർത്ഥന, എല്ലാവരും സ്വീകരിക്കപ്പെടുന്ന ഒരു പ്രാർത്ഥനയ്ക്കുള്ള ഒരു അവസരമുണ്ട്. എല്ലാ നബിമാരും അവരുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി അവർ അത് ഉപയോഗിച്ചു. എന്നാൽ മുത്തുനബി എന്ത് ചെയ്തു? അത് നമ്മളെ മുത്തുനബിയോട് ചോദ്യം, മുത്തുനബി പറഞ്ഞു അത് എന്റെ ഉമ്മത്തികൾക്ക് വേണ്ടി അവസാന കാലത്ത് ഖിയാമത്ത് നാൾ എന്റെ ഉമ്മത്തികൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. അതാ നമ്മുടെ നബി. അപ്പൊ അസുല അത് കേൾക്കുമ്പോൾ നമുക്ക് നബിയോടുള്ള വല്ലാത്തൊരു ഇത്. കാരണം ആരാണ് അങ്ങനെ ചെയ്തത്? സ്വന്തം കുടുംബത്തിന്റെ പ്രശ്നം. പ്രത്യേകിച്ച് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് നുബുവത്തിന് കിട്ടുന്ന മുന്നേ ആയാലും ശേഷമായാലും ഒരു സ്വൈര്യമുള്ള ജീവിതം അവർ കിട്ടിക്കണം. ചിന്തിച്ചു. വെറും യുദ്ധങ്ങളും ഫിത്തനകളും ഫസാദുകളും ദാരിദ്ര്യങ്ങളും അല്ലേ?
നല്ല നിനക്ക് ഭക്ഷണം കഴിച്ചിരിക്കണം, ഒരു സ്വൈര്യം കിട്ടിക്കണം, അതും കൂടുതൽ കാലം ജീവിച്ചോ. ഇസ്ലാം ഇങ്ങനെ ഫത്തിഹായി വരുമ്പോഴത്തിന് അല്ല പറഞ്ഞു നമുക്ക് പോവാം. 63 വയസ്സാവുമ്പോൾ ആലോചിച്ച് നോക്കി. 63 വയസ്സെന്നാണ് എത്ര? നമ്മളിൽ 63 വയസ്സുള്ള പലരും ജീവിച്ചിട്ടുണ്ട് അല്ലേ? യൂസുഫാക്ക് എത്ര വയസ്സായി? 65 വയസ്സായി. മുത്തനബി 63 വയസ്സാകുമ്പോൾ പോയി. ഈ 23 വർഷത്തിന്റെ സമ്പാദ്യമാണ് ഇന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. ചിന്തിച്ചോക്കണം, എന്തൊരു അധ്വാനം നമുക്ക് വേണ്ടി അവർ അധ്വാനിച്ചു. ഈ നബിയോടുള്ള സ്നേഹം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ പറ്റും? നമുക്ക് വേണ്ടിയിട്ടെല്ലാം തിരിച്ചിറങ്ങിയ നബിയെ, ആ നബീനെ കൊണ്ട് നമുക്ക് തൃപ്തിയല്ലേ അല്ലേ? അങ്ങനെ ഒരാൾ അതാ പറഞ്ഞു, മുത്തുനബി ഒരു കാര്യം പറഞ്ഞു, പിന്നെ അതിന്റെ അപ്പുറം നമുക്ക് ചിന്തിക്കാനില്ല, കൂട്ടറേ വിട്ടോ എന്നറിയാം. അപ്പൊ അങ്ങനെ വല്ല സോഷ്യൽ മീഡിയയിൽ മുത്തുനബിയെ സംബന്ധിച്ച് മോശമായി എഴുതുന്നവരുണ്ടാവാം. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടതാണ്. എന്ത് യൂട്യൂബ് ആയാലും ഫേസ്ബുക്ക് ആയാലും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ അള്ളാന്റെ റസൂലിനോട് മോശമായിട്ട് ഇറങ്ങി എഴുതുന്ന പല ആളുകളെയും കാണാൻ സാധിക്കും. പല ആളുകളെയും അങ്ങനത്തേതാവുമ്പോൾ ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യും. നമുക്കത് കാണാൻ വയ്യ, കേൾക്കാൻ വയ്യ. അങ്ങനത്തെ അക്കൗണ്ട് വേണ്ട, അങ്ങനത്തെ ആളുകളുടെ ഒന്നും കേൾക്കാൻ പോകണം, അവിടുന്ന് മാറിക്കണം. അള്ളാന്റെ റസൂലിന്റെ മോശമായ ചിന്ത നമ്മുടെ മനസ്സിൽ വരുന്ന വിധത്തിലുള്ള ഒന്നും കാണുകയും കേൾക്കുകയും ചെയ്യും. ഉത്തരവി നമ്മളുടെ കൽബിന്റെ രാജകുമാരൻ, നമ്മുടെ നേതാവാണ്, എല്ലാമാണ്. അള്ളാന്റെ റസൂലാണ് നമുക്ക് വേണ്ടിയിട്ട് ഏറ്റവും നമ്മൾ സ്നേഹിക്കുന്ന അള്ളാന്റെ റസൂലാണ്. അന്നബി ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നബി എല്ലാ വിശ്വാസികളോട് അവരുടെ ജീവനേക്കാൾ അടുത്താണ്, ജീവനേക്കാൾ പ്രിയങ്കരനാണ് മുത്തുനബി. അതാണ് അള്ളാന്റെ റസൂലിന്റെ കമാൽ. ആ അള്ളാന്റെ റസൂലിനെ കൊണ്ട് തൃപ്തിപ്പെടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാന്റെ റസൂൽ ഒരു കാര്യം ചെയ്തതിൽ എനിക്കൊരു അതൃപ്തിയില്ല. ഞാൻ എന്റെ നബിയെ തൃപ്തിപ്പെട്ടു. എന്റെ നബി എന്റെ മേൽ ചെയ്യുന്ന സ്ഥാനങ്ങളിലും എല്ലാത്തിലും ഞാൻ തൃപ്തനാണ്. അവർ തന്ന ദീനിൽ ഞാൻ തൃപ്തനാണ്. അവർ ഞങ്ങൾക്ക് തിരിച്ചറിയിച്ച യഥാർത്ഥമായ സത്യവാനായ ഹഖ് താല അല്ലാഹു താലാനെ കൊണ്ടും ഞങ്ങൾ അള്ളാഹ് ഞങ്ങളുടെ കാര്യകർത്താവാണ്. അവന്റെ പ്രവർത്തനത്തിൽ നമ്മൾ തൃപ്തൻ. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ശരിക്കും നമ്മൾ ചിന്തിച്ചു നോക്കണം. ഇത് നമ്മൾ വളർത്തിയെടുക്കാൻ ശ്രമിക്കും. പറയാനുള്ളത് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പറയാനുള്ളതാണ്. ഈ 3 കാര്യങ്ങൾ നമ്മൾ വളർത്തിയെടുക്കാൻ ശ്രമിക്കും. ഒന്ന്, യഥാർത്ഥ പ്രവർത്തകൻ അള്ളാഹു ആണെന്ന് മനസ്സിലാക്കുക. അള്ളാഹ് ഉദ്ദേശിക്കാതെ ഇവിടെ ഒന്നും നടക്കൂല. ആ അള്ളാന്റെ പ്രവർത്തനത്തിൽ നമ്മൾ തൃപ്തനാണ്. ഇതെന്ത് എനിക്കെങ്ങനെ സംഭവിച്ചു, മറ്റവനക്ക് അങ്ങനെ സംഭവിച്ചു, മറ്റവർക്ക് അങ്ങനെ സംഭവിച്ചല്ലോ, അങ്ങനെയൊക്കെ പറയുന്നവർ നിരീശ്വരവാദികൾ, യുക്തിവാദികളാണ്. ഒരു വിശ്വാസിയല്ല. വിശ്വാസിക്ക് അറിയാം അതിലൊക്കെ ഹിക്മത്തുണ്ട്. അതിന്റെ ഹിക്മത്ത്, അതിന്റെ തന്ത്രം എന്താണ്, അതിന്റെ അപ്പുറമുള്ള കാര്യം എന്താ എനിക്കറിയില്ല. ഞാൻ അതിലെല്ലാത്തിലും തൃപ്തിപ്പെട്ടു. അതാ പറയുന്ന വിശ്വാസം പെട്ടെന്ന് എന്തെങ്കിലും നമുക്ക് കാണാൻ പാടില്ലാത്ത, അറിയാൻ പാടില്ലാത്തൊരു ആക്സിഡന്റ് സംഭവിച്ചു. ഉദാഹരണമായിട്ട് നമ്മളെ അഹമ്മദാബാദിൽ എന്താ പറയുക, നമ്മളൊരു വിമാനം തകർന്നു, ഇന്ത്യയുടെ വിമാനം. ആ സമയത്ത് ഒരു വിശ്വാസിയാണെങ്കിൽ എന്താ ചെയ്യാം? വല്ലാത്ത കടുപ്പായി പോയി, എന്താണിത്, വല്ലാത്തൊരു വിധിയായി പോയല്ലോ, അതൊന്നും പറയില്ല. വിശ്വാസിയാണെങ്കിൽ അള്ളാഹിന്റെ ഖദാ ഞങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അതിന്റെ രഹസ്യം എന്താണ്, അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, അള്ളാഹ് അറിയാതെ സംഭവിച്ചിട്ടില്ല. പക്ഷെ അതിന്റെ ഉത്തരവാദി സൃഷ്ടികൾ തന്നെയാണ്. പക്ഷെ അത് അള്ളാഹ് ഉദ്ദേശിക്കാതെ സംഭവിച്ചിട്ടില്ല. അതിന്റെ അപ്പുറമുള്ള രഹസ്യം അള്ളാഹുവിനറിയും. നമ്മളത് അള്ളാഹിനെ ഏൽപ്പിച്ചിരിക്കുന്നു. പഠിച്ചോനെ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണം, ഞങ്ങൾ പാപങ്ങൾ കാണുക ശിക്ഷിക്കല്ല എന്ന് പറയുന്നത് വായിച്ചു. അതിൽ ഉത്തരവാദിത്വം നമ്മൾ മനുഷ്യരെ ഉണ്ടാക്കി വെച്ച കാര്യങ്ങളാണ്. അത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ ഒന്നാകെ എന്താണ്, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്. ഈ സമുദ്രത്തിലും കരയിലും ഫസാദ്, നാശം എന്തായി വെളിവായി, ബിമാ കസബത്ത് ഐദിന്നാസ്, ജനങ്ങളുടെ കരങ്ങൾ പ്രവർത്തിച്ചത് കാരണം. അപ്പൊ ഇതിലെന്തോ ഒരു ഫാൾട്ട് ഉണ്ട്. അതിന്റെ പിന്നിൽ ആര് പ്രവർത്തിച്ചു? അതല്ലെങ്കിൽ എന്തായാലും മനുഷ്യന്റെ ഒരു ന്യൂനത, മനുഷ്യന്റെ ഒരു അശ്രദ്ധ കാണത്തലാണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷെ അതിലും എന്തുണ്ട്? അല്ലാഹു തആല അവിടെ മനുഷ്യൻ കൊടുത്ത ഇതിനനുസരിച്ച്, ഇവിടെയുള്ള കാര്യകാരണ ബന്ധങ്ങൾക്കനുസരിച്ച് ഈ ലോകത്ത് നടത്തേണ്ടത് അല്ലാഹു തആല അങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കും. അത് തടഞ്ഞില്ല എന്നുള്ളത് അതിലും അല്ലാഹുവിന്റെ ഹിക്മത്തുണ്ട്. ഇനി അങ്ങനെയുള്ള വലിയൊരു അപകടങ്ങൾ ചിലപ്പോൾ തടഞ്ഞു വരും അല്ലാഹു തആല, അതിലും ഹിക്മത്തുണ്ടാവും. ഇതൊന്നും നമ്മൾ ചിന്തിക്കണം. എന്തുകൊണ്ട് ഇത് തടഞ്ഞില്ല, എന്തുകൊണ്ട് മറ്റത് തടഞ്ഞു? അപ്പോൾ ദൈവം എവിടെ പോയി? ആ ദൈവം ഇപ്പോൾ എവിടെ പോയി? ഇതൊന്നും എന്തല്ല, ഇതിനെ സംബന്ധിച്ച് അള്ളാഹിനെ സംബന്ധിച്ച് ഒട്ടും അറിയാത്ത ആൾക്കാരാണ്.
ഈ ലോകത്ത് അല്ലാഹു തആല ഇവിടെയുള്ള ഒരു സംവിധാനം വെച്ചിട്ടുണ്ട്, കാര്യകാരണ ബന്ധങ്ങൾ വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ച കാര്യങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടേയിരിക്കും അല്ലാഹു തആല. അത് നമ്മൾക്ക് തന്ന സ്വാതന്ത്ര്യം അനുസരിച്ച്, അള്ളാഹു നമുക്ക് തന്ന കഴിവനുസരിച്ച് നമ്മൾ പ്രയോഗിക്കേണ്ടതാണ്. അതിൽ അശ്രദ്ധ വന്ന് അള്ളാഹിന് മേലത്തേക്ക് ഇടാൻ പറ്റില്ല. അവിടെ അല്ലാഹു തആല നിങ്ങൾക്ക് അനുസരിച്ചിട്ട് എന്ത് ചെയ്യും? നിങ്ങളുടെ പ്രവർത്തനങ്ങളെ അല്ലാഹു തആല എന്ത് ചെയ്യും? ഇവിടെ വെളിവാക്കിക്കൊണ്ടേയിരിക്കും. എന്നാൽ ചില സന്ദർഭത്തിൽ അല്ലാഹു തആല ഉദ്ദേശിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് വന്നേക്കാവുന്ന ആപത്തുകളെ അള്ളാഹ് ചിലപ്പോൾ തടയും. ചിലപ്പോൾ തടയും. അള്ളാഹ് അത്രം തടഞ്ഞില്ലെങ്കിൽ അത് നിങ്ങളുടെ പ്രവർത്തനം. എന്തുകൊണ്ട് ഇവിടെ ഔദാര്യം വന്നില്ല? അതിന്റെ രഹസ്യം അള്ളാഹ്ക്ക് അറിയുള്ളൂ. മനസ്സിലായി? അത് അള്ളാഹ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് അങ്ങനെ നമ്മൾ അള്ളാഹുവിനെ നമ്മുടെ പരിപാലകനായി എന്നത് അറിഞ്ഞു, പക്ഷെ അതിൽ നമ്മൾ തൃപ്തിപ്പെടുകയാണെങ്കിൽ, അള്ളാഹുവിന് നമ്മളിലുള്ള വിധിയിൽ നമ്മൾ തൃപ്തിപ്പെടുകയാണെങ്കിൽ, ഇസ്ലാം ദീനിനെ അതാണ് ഏറ്റവും മികച്ച മതം. അത് തന്നെ അള്ളാഹിന്റെ സ്വീകാര്യ മതമുള്ളൂ. മറ്റൊക്കെ കാലഹരണപ്പെട്ടു പോയി. ഇന്ന് സ്വീകാര്യ മതം ഇസ്ലാം മാത്രമല്ല, ഇസ്ലാമിന്റെ ഏത് വിധികളെയും ഇസ്ലാം മതത്തെ ഞാൻ തൃപ്തിപ്പെട്ടു. മുത്തുനബിയുടെ ഏത് കാര്യത്തിലായാലും ശരി, മുത്തുനബിയെ കൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടു. ഇത് നമ്മളെ അവസ്ഥയായി മാറണം. എങ്കിൽ ഈമാൻ രുചി അവൻ ആസ്വദിക്കും. അപ്പോഴാണ് നമുക്ക് ഹരവും ലഹരിയും മഹവും സക്റും സ്വഹവും മനസ്സിലാകുന്നുണ്ടോ? സൂഫിയാക്കൾക്ക് പറഞ്ഞ അവസ്ഥകൾ എന്ന് പറഞ്ഞാൽ, സൂഫിയാക്കൾക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാം സൂഫിയാക്കൾ, അതായത് ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് ഒരു പേരിട്ടതാണ്. അതായത് ഈമാനിൽ ഈ നിലക്ക് പരിശ്രമിക്കുന്ന എല്ലാവർക്കും വരുന്ന അവസ്ഥകളാണ്. അള്ളാഹിനോടുള്ള ഹുബ്ബും ജീവിതത്തിലുള്ള ചൈതന്യവും ആ മരിക്കുമ്പോഴുള്ള റാഹത്തും ശേഷമുള്ള റാഹത്തും ബർസഖിയ ജീവിതത്തിലെ സന്തോഷവും ശേഷമുള്ള ഒക്കെ റാഹത്തും അത് തൗഫീഖ് നൽകട്ടെ. ഈ എൽമുകളെല്ലാം നമുക്ക് എത്തിച്ച് നമ്മുടെ മശൈഖുമാരുടെ ദറജാത്തുകൾ, ഉസ്താദുമാരുടെ ദറജാത്തുകൾ അല്ലാഹു തആല നാൾക്ക് നാൾ ഉയർത്തുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുനാ തങ്ങൾക്ക് ആരോഗ്യത്തോടെ ദീർഘായുസ്സ് അവർക്ക് ഒരു കുടുംബത്തിന് നൽകുമാറാകട്ടെ. അല്ലാഹു തആല നമ്മളെ എവരെ കൊണ്ട് തൃപ്തിപ്പെടുമാറാകട്ടെ. ബിജാഹി സയ്യിദനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.